ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് എക്സാമിൻ്റെ തലേ ദിവസം കഷ്ടപ്പെടുന്ന പിള്ളേരുടെ അവസ്ഥയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ കുറേ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ നമുക്ക് എക്സാമാണ്, നാളെയാണ് എക്സാം. പക്ഷേ ഇന്നിരുന്നിട്ടാണ് നമ്മൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, കണ്ടില്ലേ, ഇവനിവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവിടെ ഒരുത്തൻ പിക്ചർ അതെ. അപ്പോൾ നമ്മൾ മുന്നേ റെക്കോർഡ് ചെയ്ത ആൾക്കാരുടെ റെക്കോർഡ് എടുത്തിട്ട് അതിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വെട്ടിയൊട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്തിരിക്കുന്ന കുട്ടികളുടെ സ്വഭാവം കാണിച്ചത്. ആ ഒരു കുട്ടിയാണ് ഞാൻ ഓൾറെഡി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവരാരും അങ്ങനെ വെച്ചിട്ടില്ല. No guys, this is not my record. I will show you. ആയിരിക്കണതാണ് നമ്മുടെ മിസ് ഒരു ഹായ് കൊടുത്ത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ അവസാനം ക്ലാസ് മൊത്തം അലമ്പാക്കിയിട്ടേക്കണ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ മേക്കപ്പിൻ്റെ. എന്താണ് എനിക്ക് ഇടുവാണോ? അങ്ങനെ 2 ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ഇതേ ഇരിക്കുന്ന ആളാണെങ്കിൽ റെക്കോർഡ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറ്റി, മിക്കവാറും ഇവിടുന്ന് പോക്കുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഞങ്ങൾക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാനുണ്ട് നാളത്തേക്കുള്ളത്. ഒന്നും വേണ്ടില്ല, ഞങ്ങളുടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആനക്ക് അങ്ങനെ സാരി പ്രിപ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ നിനക്ക് ഏതാടി ബ്രൈഡ്? ഇതാണോ സാരി? കണ്ടോ, സാരി ട്രെപ്പിസ്റ്റ് അനഘയ്ക്കൊപ്പം. അതെ, ഉള്ളൊരു തേപ്പിസ്റ്റാണ് കേസ്. ഓക്കെ, അല്ല അങ്ങനെയല്ല, സാരി ട്രെപ്പിസ്റ്റ് അനഘയ്ക്കൊപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാസു. അങ്ങനെ തേച്ച് നമ്മുടെ അനഘ കരണ്ട് അങ്ങോട്ട് കളഞ്ഞിരിക്കുകയാണ് കേസ്, കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നടക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണിയില്ലാത്തതുകൊണ്ടല്ല, എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ റെൻറ്റിൻ്റെ അടുത്തൊക്കെയാണ്. അപ്പോൾ അതവിടെ പോയിട്ട് കളക്ട് ചെയ്യണം. ഇപ്പോൾ പാകിസ്ഥാനി ബ്രൈഡാണ് എനിക്ക് നാളെ ഉള്ളത്. കണ്ട ഇരുന്ന് ഇപ്പോഴാണ് എഴുതിക്കൊണ്ടിരിക്കണത്. ഇവിടെ എല്ലാവരും ഇങ്ങനെയാണ്, തലതെറിച്ച പിള്ളേരാണ്. ഇത് എത്ര രൂപയുടെ പശയാണ്? 3 രൂപയുടെ പശ. ഈ 3 രൂപയുടെ പശ എവിടുന്നാ മേടിച്ചത് വിവേക്? ഏത് കടയിൽ നിന്ന്? ആ 3 രൂപയുടെ ക്വാളിറ്റി അതിനുണ്ടോടാ? എടാ എടി, അതുകൊണ്ട് ആ 3 രൂപയുടെ ക്വാളിറ്റി അതിനുണ്ട്. ഒട്ടുന്നില്ല ഗൈസ്, എടി നല്ലതെന്ന് പറഞ്ഞു. അതാ അയാള് 3 രൂപയുടെ പശ കണ്ടപ്പോ വാങ്ങി. ഇപ്പൊ ഇതോടുകൂടി എന്ത് മനസ്സിലാക്കാം, വില കുറവിന് എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ വാങ്ങരുത് അല്ലേ? അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഇതോടുകൂടി 3 രൂപയുടെ പശയും കൊണ്ട് വിവേക് വൈറലായിരിക്കുന്നു. അങ്ങനെ നമ്മുടെ എന്താ പറയാ, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങണേണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് അടയ്ക്കാറായി. 5:22 5:30 ക്ലോസ് ചെയ്യും. ഇറങ്ങി പോവെന്ന് പറഞ്ഞു. അതാരുടെയാന്ന് പറഞ്ഞൂടാ, പേര് എഴുതിയിട്ടില്ലേ? അതവരുടെ മനീഷയുടെ അത് അവളൊന്നും എടുത്തോളൂ. നിന്റെ റെക്കോർഡ്സ് ഒക്കെ എടുത്തില്ലേ? ഒരുത്തി അവിടെ സാരി ഡ്രൈപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവളെ നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി 5:30 രാവിലെ വന്നിട്ട് ഇപ്പോഴാണ് ഇറങ്ങുന്നത്. ഇത്ര ആത്മാർത്ഥതയോടുകൂടി കഴിഞ്ഞ 1 കൊല്ലമായിട്ട് ഇന്നേ വരെ നമ്മളാരും ഇരുന്നിട്ടില്ല. 5:30 വരെയൊക്കെ ക്ലാസ്സിലിരിക്കുന്നത്.
അപ്പം ഇനി ഇവിടുന്ന് ഇനി ബാക്കി പരിപാടികൾ സാധനങ്ങൾ വാങ്ങാൻ പോകണം. അപ്പോൾ ഓരോരുത്തരും ഓരോ വഴിക്കാണ് പോണത്. ഇവൻ എന്താ പാലക്കാടേക്ക് പോണേണ് കേട്ടോ, അവൻ നാട്ടിലേക്ക് തിരിച്ച്. നാളെ ഈ ബൈക്ക് ഞാൻ നാളെ ആ ബൈക്ക് ഓടിച്ചു വേണം പാലക്കാട്. ഏത് ബൈക്ക്? ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന ബൈക്ക്. സ്കൂട്ടിയാണോ? ഇത് ഞാൻ അവിടെ എത്തിക്കും. ഇത് എത്ര വർഷം മുന്നുള്ള വണ്ടിയാണ്? ഇതെന്ത്? ഇതാണ് അവന്റെ പേടകം. പാഷൻ പ്രോ. നിനക്ക് സാധനങ്ങൾ വാങ്ങാനില്ലേ? ഓക്കെ, അവർക്കും സാധനങ്ങൾ വാങ്ങാനുണ്ട്. കണ്ടോ, എല്ലാരും ഒന്ന് പാടക്കെട്ടൊക്കെട്ടാണ് പോണത്. പോവാം. പിന്നെ അതെ നമ്മുടെ കൊച്ച്, നമ്മുടെ സ്വന്തം കൊച്ച്. കമന്റ് ബോക്സിലൊക്കെ സത്യം പറഞ്ഞ ഇതേതാ കുട്ടി, എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരെ വരാറുണ്ട് ഇവളെ പറഞ്ഞിട്ട്. കുറ്റല്ല, ഏതാണ് ഈ സുന്ദരി കുട്ടി എന്നൊക്കെ ചോദിച്ചു. സീരിയസ്ലി. അപ്പൊ ഇവളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇടുക. നമുക്ക് പോവാം. അവസാനം എല്ലാരും പോയി, ഞങ്ങള് മാത്രമായി ഗൈസ്. ഭയങ്കര കഷ്ടപ്പാടാട്ടോ ഈ പിന്നെ നടക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കാറ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. രാത്രിയായി ഗൈസ്, രാത്രിയായി. ഇനി ഇവിടുന്ന് ഇനി അടുത്ത ഡ്രസ്സ് ഷോപ്പിക്കൊക്കെ പോകണം. അങ്ങനെ വിശന്ന് തളർന്ന് ഞങ്ങളൊരു മിനി ഷവർമയും ഒരു ചായയും വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർക്ക് പോവാൻ സമയമായി. പോലെ നോക്ക്. അങ്ങനെ എല്ലാവരും പോയി. ഞാനപ്പോൾ ഡ്രസ്സ് കൂടി റെൻറ്റിന് മേടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി വാങ്ങണം. പിന്നെ നമുക്ക് ഡ്രസ്സും കൂടി എടുക്കണം, റെൻറ്റിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ വാങ്ങണം. അപ്പം അങ്ങനെ എല്ലാ ഓട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീരെ വയ്യ. ഇതിപ്പോൾ എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇനി നാളെ ഇനി രാവിലെ തന്നെ പോകണം. 8:30 ഒരു ടൈമൊക്കെ ആകുമ്പോൾ പോകണം. നാളെ ഇനിയിപ്പോൾ നല്ല ഫോൺ തൊടാൻ പോലും എനിക്ക് സമയം കിട്ടിയെന്ന് വരില്ല. പിന്നെ നല്ല ടയേർഡായി. ഇനിയും കുറച്ച് പരിപാടികൾ ഇനി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം, സെറ്റ് ചെയ്യണം. രാവിലെ നേരത്തെ എണീക്കണം, രാത്രി നേരത്തെ കിടക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ. പിന്നെ ഫുഡ് ഇതുവരെ മര്യാദയൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.